ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു സംഗമത്തിൻ്റെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നാളുകൾക്ക് മുൻപ് തന്നെ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ധീവരസഭ ഇതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യുമ്പോൾ അവർ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് സഭയെ, സമുദായത്തെ ഇതിൽ ഉൾപ്പെടുത്തുക. പട്ടികജാതി അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന രീതിയിലേക്ക്, ഒരു സംവരണ സാധ്യതകളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് വളരെ പ്രധാനമായിട്ടും തന്നെ ഉന്നയിച്ചിരുന്നത്. വിവിധ വേദികളിൽ അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചെങ്കിലും അതിൻ്റെ ഒരു സാധ്യതകളിലേക്ക് കൊണ്ടുപോരാനായിട്ട്, ഒരു പ്രഖ്യാപനത്തിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് ആരും തന്നെ മുൻകൈ എടുത്തിരുന്നില്ല എന്നതാണ് അവരൊരു പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി പറഞ്ഞിരുന്നത്. ഇന്ന് അതിനൊരു പരിഹാരമുണ്ടാകുമോ എന്നത് ധീവരസഭ മാത്രമല്ല, സംസ്ഥാനത്തെ ഇടത് വലത് മുന്നണികളും അത് ഉറ്റുനോക്കുകയാണ്. കാരണം ഇവർക്ക് ഒപ്പം, പലപ്പോഴും കോൺഗ്രസിനൊപ്പം എന്ന രീതിയിൽ തന്നെയായിരുന്നു ധീവരസഭ സഞ്ചരിച്ചിരുന്നത്. എങ്കിലും അതിൽ കുറേയെങ്കിലും വോട്ടുകൾ അവർക്കൊപ്പം, ഇടതുമുന്നണിക്കൊപ്പം ചേർക്കാനും എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇടത് വലത് മുന്നണികളുടെ ഭാഗമായി നിൽക്കുന്നൊരു ധീവരസഭയാണ് നമ്മൾ കണ്ടതെങ്കിൽ അതിന് ഒരു മാറ്റം വരുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിന് ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ തന്നെ അതിന് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. അങ്ങനെയെങ്കിൽ ചില സമവാക്യങ്ങൾ മാറാൻ, ചില ഇടങ്ങളിലെങ്കിലും ചില മണ്ഡലങ്ങളിലെങ്കിലും വിജയ ചേരുവകൾ നിശ്ചയിക്കാൻ തങ്ങൾക്ക് കഴിയുന്ന രീതിയിലേക്ക് സമുദായത്തിൻ്റെ ഒരു ശാക്തീകരണം നടത്താനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ധീവരസഭ വിശ്വസിക്കുകയും പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇന്ന് ആ രീതിയിലുള്ള സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഏതായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കടന്നുവരവ് വളരെ ആവേശപൂർവ്വം കാത്തുനിൽക്കുന്ന ഏതാണ്ട് 25,000-30,000 വരുന്ന ഈ സമുദായ അംഗങ്ങളെ തന്നെയാണ്. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരുപക്ഷെ വലിയ രീതിയിൽ ഇവിടെ ഈ രീതിയിൽ വിപുലമായ രീതിയിലെല്ലാം തന്നെ ഈ സമുദായത്തിൻ്റെ ഒരു സംഗമം നടക്കുന്നതും, ധീവരസഭയുടെ ഒരു സംഗമം നടക്കുന്നതുമെല്ലാം ഇതാദ്യമായിട്ടായിരിക്കും. നമുക്കറിയാം, ഇതിനു മുൻപ് വളരെയധികം പ്രക്ഷോഭങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളിലൂടെ എല്ലാം തന്നെയാണ് ധീവര സമുദായം ഇവിടേക്ക് വന്ന് ശക്തിയായി വളർന്നിരുന്നത്. അത് പണ്ഡിറ്റ് കറുപ്പൻ്റെ കാലം മുതൽ തുടങ്ങിയ ആ രീതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു. 1912 അദ്ദേഹം രൂപീകരിച്ച അരയ വംശോദ്ധാരണ സഭയാണ് പിന്നീട് ധീവരസഭ എന്ന പേരിലെല്ലാം തന്നെ മാറുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ജാതിക്കുമ്മി പോലുള്ള കൃതികളുണ്ടായിരുന്നു. അതിൽ സമുദായം നേരിടുന്ന വിഷയങ്ങൾ, സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അതിൽ പ്രതിപാദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാനായിട്ട് സമുദായത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് ഈ വ്യക്തമാകുകയും ചെയ്തിരുന്നത്. പല സമുദായത്തെ മുന്നോട്ട് നയിക്കുന്ന സാഹിത്യകാരന്മാരും പ്രഗത്ഭരും എല്ലാം തന്നെ ഉണ്ടായിട്ടും ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. കൊച്ചിയിൽ കായൽ സമ്മേളനമടക്കം നടത്തിക്കൊണ്ട് തങ്ങളുടെ ഒരു ശക്തി തെളിയിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോഴും ഈ ഒരു സമുദായത്തിന് വേണ്ടത്ര രീതിയിലേക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ട് എന്ന് തന്നെയാണ്. നമ്മളോട് നേരത്തെ അവിടെ ഈ അംഗങ്ങൾ സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് തങ്ങൾ പിന്നാക്കം പോയത് വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ സമുദായത്തിന് പോയിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ തിരിച്ച് അറിഞ്ഞുകൊണ്ട് അതിനെല്ലാം തന്നെ മാറ്റം വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും വേണം. അതുകൊണ്ടാണ് നാളിത്ര കഴിയുമ്പോഴും എടുത്തു പറയാൻ മറ്റൊരു നേട്ടം ഇല്ലാതെ പോകുന്നത്. അതിന് മാറ്റം വരേണ്ടതുണ്ട്. ഇത്തരം ഒരു സംഗമം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നു വരുന്ന ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം പൂർത്തിയാകുമ്പോൾ ആ രീതിയിലുള്ള ഒരു സന്ദേശമാണ് തങ്ങൾ പകരുന്നത്. ഇനിയെങ്കിലും വരുന്ന ഒരു തലമുറ കൂടുതൽ മികവിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ അടക്കമുള്ള ഒരു കൂട്ടുത്തരവാദിത്വം അതിനുണ്ട്. അത് പൂർത്തിയാക്കാനായിട്ട് തങ്ങൾക്ക് സാധിക്കും എന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ ജൂബിലി സംഗമം നടക്കുന്നത്. ഇതിൻ്റെ നേതൃത്വ നിരയിലുള്ളവർ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത്
തങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയവും കാര്യങ്ങളുമുണ്ട്. അത് കൃത്യമായി ഇനി അത് എടുത്തു പറയുക എന്നത് അത് തങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നവരോട് തങ്ങൾ ചേർന്ന് നിൽക്കുക എന്നതായിരിക്കും ഇനി തങ്ങളുടെ ഒരു പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നു. അതിൽ ആരായിരിക്കാം തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്നത്? തങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് സമുദായത്തെ ശക്തിപ്പെടുത്തുവാൻ ഉതകുന്ന തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ആരോ അവർക്കൊപ്പം തന്നെയായിരിക്കും എന്നത് അസന്നിഗ്ധമായി അവർ പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ വൈപ്പിൻ അടക്കം ഉള്ള മണ്ഡലങ്ങളിൽ, തൃപ്പൂണിത്തുറ അടക്കമുള്ള ഇടങ്ങളിലെല്ലാം തന്നെയും ധീവര സഭയ്ക്ക് വ്യക്തമായ ഒരു മേൽക്കൈയുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധന മേഖലയോട് ഉള്ള അടുപ്പമുള്ള തീരമേഖലയിലാണ് കൂടുതൽ ഒരു സഭയ്ക്ക് പ്രാതിനിധ്യമുള്ളത്. അപ്പോൾ അവിടങ്ങളിലെല്ലാം തന്നെയും കൃത്യമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിയും. അത് പഴയ രീതിയിലുള്ള രാഷ്ട്രീയ ഫോർമുലകളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളിൽ നിന്നുകൊണ്ട് ആ മാറ്റങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ തങ്ങൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. തങ്ങൾക്ക് ആരെ സഹായിക്കുന്നുവോ അവർക്കൊപ്പം തങ്ങളും മുന്നോട്ട് പോകുമെന്ന നിലപാടിലേക്ക് ധീവരസഭ മാറിയിട്ടുണ്ട് എന്നതാണ്. എന്തായാലും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് ധീവര സമുദായം മാത്രമല്ല ആലോചിക്കുന്നത്. ഈ മുന്നണി സമവാക്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തങ്ങളോട് അടുപ്പമുള്ള രീതിയിൽ നിന്ന് ധീവരസഭ മാറി ചിന്തിക്കുമോ എന്നത് ഇടത് വലത് മുന്നണികളും ആലോചിക്കുന്നുണ്ട്. നേരത്തെ പ്രധാനമായിട്ട് തന്നെ അവർ പറഞ്ഞതുപോലെ 48 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ഒരു വ്യക്തമായൊരു മേധാവിത്വവും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. എങ്കിൽ കൂടിയും അത് ആ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും നൽകുന്ന ഒരു സീറ്റ് എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും ആ കാര്യങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ അത് മാറണം. ആ ഒരു സീറ്റ് എന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ താഴെത്തട്ടിലുള്ള പരിഗണന മാത്രമാണെന്ന് നാളിത്ര കാലം കഴിഞ്ഞിട്ട് തങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അത് മാറേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇത് പറഞ്ഞു വയ്ക്കുന്നത്. വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് മുന്നണികൾക്ക് ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു തീരുമാനമുണ്ടാവുകയാണെങ്കിൽ ഇത് ഇത്തരമൊരു സമ്മേളനം അതിൻ്റെ ഒരു നാന്ദി കുറിക്കും എന്നത് തന്നെയാണ് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത്. വൈകാതെ ഈ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ ആ രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരിലും തന്നെ ബാക്കി നിൽക്കുന്നുണ്ട്. ഡാനി, എന്തായാലും ഞങ്ങൾ മടങ്ങി വരാം. ഏതായാലും പ്രധാനമന്ത്രി കൊച്ചി ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക്, ആളുകൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. ചെറിയൊരു ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.